2023 ഒക്ടോബർ അവസാനത്തിലാണ് പ്രമുഖ ഹമാസ് നേതാവായിരുന്ന ഇബ്രാഹിം ബിയാരിയെ വകവരുത്താൻ ഇസ്രായേൽ പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. വടക്കൻ ഗസ മുനമ്പിലെ ഹമാസ് കമാൻഡറും ഒക്ടോബർ 7 ആക്രമണത്തിന്റെ ആസൂത്രകരിൽ ഒരാളുമായിരുന്നു അദ്ദേഹം. ഗസയിലെ ഹമാസ് തുരങ്കങ്ങളിൽ എവിടെയോ ഒളിച്ചിരിക്കുകയാകും ബിയാരിയെന്നാണ് ഇസ്രായേൽ കണക്കുകൂട്ടിയത്. എന്നാൽ പലതരത്തിൽ അന്വേഷണം നടത്തിയിട്ടും ഇസ്രായേൽ ഇന്റലിജൻസ് വിഭാഗത്തിന് ഒരു തുമ്പും കണ്ടെത്താനായില്ല. ഒടുവിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംയോജിപ്പിച്ച് പുതിയൊരു സാങ്കേതിക വിദ്യ പരീക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്. ഒരു പതിറ്റാണ്ട് മുൻപ് വികസിപ്പിച്ച ടെക്നോളജിയാണ്, പക്ഷേ അതുവരെയും ഒരു ആക്രമണത്തിനും അത് ഉപയോഗിച്ചിരുന്നില്ല. യൂണിറ്റ് 8200 എന്ന പേരിലുള്ള ഇസ്രായേൽ സേനാ വിഭാഗത്തിലെ എഞ്ചിനീയർമാരായിരുന്നു ഇത് വികസിപ്പിച്ചത്. ഇബ്രാഹിം ബിയാരിയുടെ കോൾ ലിസ്റ്റുകൾ ചോർത്തിയ ഇസ്രായേൽ സൈന്യം AI ഓഡിയോ ടൂൾ ഉപയോഗിച്ച് വിശദമായ പരിശോധന നടത്തി. പരിശോധനയിൽ ഹമാസ് നേതാവ് ഒളിവിൽ താമസിക്കുന്നതെന്ന് സംശയിക്കുന്ന ഒരു സ്ഥലം കണ്ടെത്തി. ആ പ്രദേശത്ത് 2023 ഒക്ടോബർ 31 ഇസ്രായേൽ സൈന്യം വൻ വ്യോമാക്രമണവും നടത്തി. ആക്രമണത്തിൽ ബിയാരി കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളാണ് പിന്നീട് പുറത്തു വന്നത്. അദ്ദേഹത്തിനൊപ്പം 125 പേരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഗസ ആക്രമണത്തിനായി ഇസ്രായേൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നായിരുന്നു ബിയാരിയുടെ കൊലപാതകം. ഇസ്രായേലിന്റെ AI യുദ്ധത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളുമായി ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ദി ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടിരുന്നു. ഗസയിലെ യുദ്ധത്തിൽ മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ ഉൾപ്പെടെയുള്ള ടെക് ഭീമന്മാർ പങ്കാളികളായതായുള്ള വാർത്തകൾക്കിടയിലാണ് ഈ വെളിപ്പെടുത്തലും വരുന്നത്. 9 അമേരിക്കൻ ഇസ്രായേൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരെ അഭിമുഖം ചെയ്താണ് ന്യൂയോർക്ക് ടൈംസ് ലേഖകർ റിപ്പോർട്ട് തയ്യാറാക്കിയത്. കഴിഞ്ഞ 18 മാസത്തിനിടയിൽ ഗസയിലും ലബനാനിലും നടത്തിയ ആക്രമണങ്ങൾക്കായി ഇസ്രായേൽ AI സാങ്കേതിക വിദ്യകൾ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആളുകളുടെ മുഖം തിരിച്ചറിയാനുള്ള ഫേഷ്യൽ റെക്കഗ്നീഷൻ സോഫ്റ്റ്വെയർ മുതൽ ആക്രമണ പദ്ധതികളും സ്ഥലങ്ങളും തയ്യാറാക്കാനുള്ള സാങ്കേതിക വിദ്യകൾ വരെ അക്കൂട്ടത്തിലുണ്ട്. അറബിയിലുള്ള ടെക്സ്റ്റ് മെസ്സേജുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും സന്ദേശങ്ങളും ചോർത്താനായി ഒരു അറബി AI മോഡൽ ചാറ്റ് ബോട്ടും വികസിപ്പിച്ചിരുന്നു. ഈ AI പ്രൊജക്ടുകളും പ്രവർത്തനങ്ങളും എല്ലാം സംയോജിപ്പിക്കാനായി ദി സ്റ്റുഡിയോ എന്ന പേരിൽ ഒരു ഇന്നൊവേഷൻ ഹബ്ബും രൂപീകരിച്ചിരുന്നു. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, മെറ്റ ഉൾപ്പെടെയുള്ള കമ്പനികളിൽ ജീവനക്കാരായ ഉദ്യോഗസ്ഥരാണ് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചതെന്നും പേര് പറയാത്ത ഇസ്രായേൽ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പലരും റിസർവ് സൈനിക സേവനത്തിലുള്ളവരാണ്. ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ മൈക്രോസോഫ്റ്റും മെറ്റയും തയ്യാറായിട്ടില്ല. എന്നാൽ തങ്ങളുടെ ജീവനക്കാർ പല രാജ്യങ്ങളിലും റിസർവ് ഡ്യൂട്ടിയിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ടെന്നാണ് ഗൂഗിൾ പ്രതികരിച്ചത്. സൈനിക സേവനത്തിന്റെ ഭാഗമായി ഇവർ ചെയ്യുന്നതുമായി ഒന്നും തങ്ങൾക്ക് ബന്ധമില്ലെന്നും കമ്പനി വ്യക്തമാക്കി. ലോക ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാകും ഒരു രാജ്യം യുദ്ധത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങൾ പോലും സൈനിക നടപടികൾക്കോ ആക്രമണത്തിനോ AI ടൂളുകൾ ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ലെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധത്തിലും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് വിവരം. ഏതായാലും ഇസ്രായേൽ തുടക്കമിട്ട ഈ പുതിയ AI യുദ്ധം ഭാവിയിൽ ഏതൊക്കെ തരത്തിലേക്ക് വളരുമെന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ യുദ്ധത്തിന് ഉപയോഗിക്കുന്നതിൽ ധാർമ്മികമായ പ്രശ്നങ്ങളില്ലെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ നിലപാട്. നിയമവിരുദ്ധമായ ഒന്നും തങ്ങൾ ചെയ്യുന്നില്ലെന്നായിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ന്യൂയോർക്ക് ടൈംസിനോട് പ്രതികരിച്ചത്. ടെക്നോളജി കൈമാറുന്ന വിവരങ്ങൾ ഉത്തരവാദിത്തത്തോടെയാണ് തങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം രഹസ്യ സ്വഭാവമുള്ളതിനാൽ ഏതൊക്കെ തരത്തിലുള്ള AI സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്താനാകുന്നില്ലെന്നും വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്.